ഹായ് ഫ്രണ്ട്സ്, ഹെക്സെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബൂട്ട്സ്ട്രാപ്പിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചെറിയ ടോപ്പിക്കാണ്. അപ്പോൾ ടോപ്പിക്ക് വളരെ ചെറുതാണ്, കുറച്ച് കാര്യമേ ഉള്ളൂ, പക്ഷേങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അപ്പോൾ അതെന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് വരുന്നവർ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പറയുക. അപ്പോൾ അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്താണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ബൂട്ട്സ്ട്രാപ്പിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വളരെയധികം ഉപയോഗം വരുന്ന ഒരു കമ്പോണന്റ് ആണ് അല്ലെങ്കിൽ ഒരു ക്ലാസ് ആണ് ബൂട്ട്സ്ട്രാപ്പ് കൊളാപ്സ് എന്ന് പറയും. കൊളാപ്സ് എന്ന് പറഞ്ഞ ക്ലാസ് ആണ്. അപ്പൊ ആ ക്ലാസ് കൊളാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു സംതിങ് എന്തെങ്കിലും ഒരു കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്ത് വരണം. അപ്പം ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന അത്രയും നേരം അത് ഹൈഡ് ആയിരിക്കണം. ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രം അത് ഡിസ്പ്ലേ ആവണം. അത്തരത്തിൽ നമുക്ക് എങ്ങനെ ഒരു കണ്ടന്റിനെ സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതിനാണ് നമ്മൾ കൊളാപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ കുറച്ചും കൂടി അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ബൂട്ട്സ്ട്രാപ്പ് കൊളാപ്സ് എന്നാണ് ആ ഒരു ക്ലാസ് നെയിം വരുന്നത്. അപ്പൊ അതെങ്ങനെ കൊടുക്കാമെന്ന് അല്ലെങ്കിൽ അതെങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. കോഡിലേക്ക് പോകാം. നമ്മുടെ ബൂട്ട്സ്ട്രാപ്പ് സീഡിയൻസ് കൊടുത്തിട്ടുള്ള ഒരു HTML ഫയൽ ഉണ്ട്. HTML ഫയലിനുള്ളിൽ നമുക്ക് ഫസ്റ്റ് ഒരു div ക്രിയേറ്റ് ചെയ്യാം. കണ്ടെയ്നറിനുള്ളിലാണ് സെറ്റ് ചെയ്യുന്നത്. ഇതിനുള്ളിൽ നമുക്കൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. ബട്ടൺ ക്ലാസ് കൊടുക്കാം. ക്ലാസ് BTN വാർണിംഗ് കൊടുക്കുന്നു. BTN വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ നമുക്ക് ബട്ടൺ ഒരു നെയിം കൊടുക്കാം. ഷോ ഡീറ്റെയിൽസ് എന്ന സംതിങ് കൊടുക്കാം. ഷോ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. അപ്പോ അതേപോലെ തന്നെ ഈ ബട്ടൺ നമുക്ക് ടൈപ്പ് കൂടി കൊടുക്കാം. ടൈപ്പ് ഈസ് ഈക്വൽ ടു ബട്ടൺ കൊടുക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബട്ടൺ കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമുക്കിനി ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് ഡിസ്പ്ലേ ആവുമെന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒന്നും കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അതിനായിട്ട് ഞാനൊരു ഡിവ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡിവിനുള്ളിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് വേണം. അപ്പൊ നമുക്ക് ഒരു പി ടാഗിനുള്ളിൽ നമുക്ക് ഡമ്മി കണ്ടന്റ് കൊടുക്കാം. അതിനായിട്ട് ലോറം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഡമ്മി കണ്ടന്റ് കിട്ടും. ഓക്കെ, ഇത്രയും കൊടുത്തിട്ടുണ്ട്. ഒരു ഡിവിനകത്ത് നമ്മൾ ഇത്രയും കണ്ടന്റ് കൊടുത്തു. അതേപോലെ തന്നെ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ബട്ടണെ നമുക്ക് കൊളാപ്സ് ബട്ടൺ ആക്കണം. അപ്പോൾ കൊളാപ്സ് അല്ലെങ്കിൽ ടോഗിൾ ബട്ടൺ ആവാം. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഡിബിലുള്ള ഈ ഒരു പാരഗ്രാഫ് നമുക്ക് ഡിസ്പ്ലേ ആവണം എന്നുള്ളതാണ് അതാണ് നമ്മൾ കൊളാപ്സ് കൊണ്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓൾറെഡി ബൂട്ട്സ്ട്രാപ്പിന്റെ JS ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ക്ലാസ് ഒക്കെ ഒന്ന് കൊടുത്താൽ മാത്രം മതിയാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഡേറ്റ ആട്രിബ്യൂട്ട്സ് ഒക്കെ കൊടുക്കാനുണ്ട് ബട്ടൺ ക്ലാസ്സിലും ഡിബിന്റെ ക്ലാസ്സിലും ഒക്കെ. അപ്പൊ അതൊക്കെ എങ്ങനെ കൊടുക്കാം, എങ്ങനെയൊക്കെ ഷോ ചെയ്യിക്കാം എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ബട്ടന്റെ ഡേറ്റ ആട്രിബ്യൂട്ട് കൊടുക്കാൻ പോവുകയാണ്. അതിനുള്ള ഡേറ്റ BS ടോഗിൾ, ഇതാണ് ബട്ടന്റെ ഡേറ്റ ആട്രിബ്യൂട്ട് വരുന്നത്. അതിൽ നമ്മൾ കൊളാപ്സ് എന്ന് കൊടുക്കുന്നു. കൊളാപ്സ് എന്ന് കൊടുത്തു. ബട്ടണിൽ കൊടുക്കാനുള്ള ഡേറ്റ ആട്രിബ്യൂട്ട് ആണിത്. ഇത് ഓൾറെഡി ബൂട്ട്സ്ട്രാപ്പിന്റെ ജാവാസ്ക്രിപ്റ്റിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അതൊന്ന് കൊടുത്താൽ മാത്രം മതിയാവും. എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ജാവാസ്ക്രിപ്റ്റിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഡിബിനും ഒരു ക്ലാസ് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഡിബിന്റെ ക്ലാസ് വരുന്നത്
കൊളാപ്സ് എന്നാണ്. അപ്പൊ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളറും കൂടി നമുക്ക് കൊടുക്കാം. കൊളാപ്സ് BG ബട്ടൺ നമ്മൾ വാണിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന് നമുക്ക് പ്രൈമറി കൊടുക്കാം. BG പ്രൈമറി കൊടുത്തു. ഇത്രയും നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് ഇത് ബട്ടണും ഈ ഡിബും തമ്മിൽ കണക്ട് ചെയ്യണം. അതിനായിട്ട് ഞാൻ ID ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. എന്തെങ്കിലും ഒരു ID നമുക്ക് സെറ്റ് ചെയ്യാം. ID ആയിട്ട് ഡെമോ എന്ന് കൊടുക്കാം. ID ഡെമോ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഈ ID കൊടുത്തത് ഇത് ID കൊടുത്തു കഴിഞ്ഞാൽ മാത്രം ഷോ ചെയ്യില്ല. അപ്പൊ നമ്മൾ ഇനി ഇതിനെ ബട്ടണുമായിട്ട് ID നെയിമും ബട്ടണും കൂടി കണക്ട് ചെയ്യണം. അപ്പൊ അതിനായിട്ട് നമുക്ക് മറ്റൊരു ഡേറ്റ ആട്രിബ്യൂട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഡേറ്റ VS ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നു. VS ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു. VS ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നു. അതിൽ നമുക്ക് ഈ IDനെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. സെലക്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് IDയുടെ സെലക്ടർ യൂസ് ചെയ്തിട്ട് IDനെ ഒന്ന് പറഞ്ഞു കൊടുക്കാം. നമ്മുടെ ID നെയിം എന്ന് പറയുന്നത് ഡെമോയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു കൊളാപ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡെമോ എന്ന് പറഞ്ഞ IDയിലുള്ള ഇത് ഡിസ്പ്ലേ ആവണമെന്നാണ് നമ്മൾ പറഞ്ഞു കൊടുത്തേക്കുന്നത്. അതിന്റെ ബാക്കിയുള്ള കോഡും കാര്യങ്ങളൊക്കെ ജാവാസ്ക്രിപ്റ്റിൽ ബൂട്ട്സ്ട്രാപ്പിന്റെ ജാവാസ്ക്രിപ്റ്റിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ലിങ്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റി അധികം ബോധപ്പെടാവേണ്ട കാര്യമില്ല. നമുക്കിത് എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് നോക്കാം. കണ്ടില്ലേ, നമ്മൾ ഈ ഒരു ബട്ടൺ ഒരു ടോഗിൾ ബട്ടൺ ആണ്. അതായത് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് ഡിസ്പ്ലേ ആവുകയും ചെയ്യും. അതേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹൈഡ് ആവുകയും ചെയ്യും. അപ്പൊ നമ്മൾ ചെയ്തത് അതായിരുന്നു. ഒരു വാണിംഗ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ബട്ടണിൽ നമ്മൾ ഡാറ്റ ആട്രിബ്യൂട്ട് ഒക്കെ ഉപയോഗിച്ച് കൊളാപ്സ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ടണെ ടോഗിൾ ബട്ടൺ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതേ കൊളാപ്സിലുള്ള ഒരു ഡിവിനെ നമ്മൾ സെറ്റ് ചെയ്തു. ഡിവിന്റെ IDയും ബട്ടണുമായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഔട്ട്പുട്ട് വന്നിട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കൊളാപ്സിലുള്ള പാരഗ്രാഫ് എന്താണോ അത്, അല്ലെങ്കിൽ എന്തായാലും ഇവിടെ പാരഗ്രാഫ് ആണ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തത്, മറ്റെന്ത് കണ്ടന്റ് ആണെങ്കിലും അത് ഡിസ്പ്ലേ ആവും. അതിൽ തന്നെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ഹൈഡ് ആവുന്നുണ്ട്. ഇതാണ് കൊളാപ്സ് എന്ന് പറയുന്നത്. അപ്പൊ കാണുമ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തോന്നും. വളരെ ചെറിയൊരു പോർഷൻ ആണ്, ഒരു ചെറിയ ടോപ്പിക് ആണ്, പക്ഷെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് പലയിടത്തും വെബ്സൈറ്റിൽ ഇത് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ നവബാറിലൊക്കെ നമ്മൾ ഇത്തരത്തിലൊരു ബട്ടൺ യൂസ് ചെയ്യും. അതായത് സ്ക്രീൻ സൈസ് കുറഞ്ഞു വരുന്ന സമയത്തൊക്കെ നമ്മുടെ മൊബൈൽ സ്ക്രീൻ ഡിവൈസിലൊക്കെ നമുക്ക് റെസ്പോൺസീവ് ആക്കി വെക്കാനൊക്കെ ആയിട്ടൊക്കെ നവബാറിനെ ഒന്ന് ഇതാക്കി വെക്കാനൊക്കെ നമ്മൾ ഈ കൊളാപ്സ് അല്ലെങ്കിൽ ടോഗിൾ ബട്ടൺ ഒക്കെ യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ പോകെ പോകെ ഉള്ള വീഡിയോസിലൊക്കെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ബിഗിനേഴ്സിനായാലും ആർക്കാണെങ്കിലും ഇതൊരു യൂസ്ഫുൾ കണ്ടന്റ് ആയിരിക്കും. അപ്പോൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. സോ താങ്ക് യു.